Hyper Education. So, ഇന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും എന്നാൽ CSIR-UGC ആസ്പിരൻസ് അധികവും സ്കിപ്പ് ചെയ്തു പോകാറുള്ള ഒരു ടോപ്പിക്കാട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത് CSIR-UGCയുടെ ഒരു ഫേവറേറ്റ് ഏരിയ ആണ് അല്ലെ. എല്ലാ വർഷവും ബി പാർട്ടിലും സി പാർട്ടിലും അത്യാവശ്യം ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഏരിയ ആണ് ഈ പ്ലാന്റ് ഹോർമോൺസ് എന്ന് പറയുന്നത്. അപ്പൊ കോമൺ ആയിട്ട് 7 ഹോർമോൺസുകളാണ് പ്ലാന്റ് ഫിസിയോളജിയിൽ CSIR ചോദിക്കാറുള്ളത് അല്ലെ. അതായത് ഓക്സിൻ, ഗിബ്ബെറലിൻ, സൈറ്റോകൈനിൻ ആൻഡ് എത്തിലിൻ, അബ്സിസിക് ആസിഡ്. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഈ ഒരു 5 ഹോർമോൺസുകളാണ്. ബട്ട് സ്പെസിഫിക്കലി ചില സമയങ്ങളിൽ ജസ്മോണിക് ആസിഡ്, സാലിസിലിക് ആസിഡ് ആൻഡ് സ്റ്റിഗ്നോലാക്ടോൺസ് പോലെയുള്ള ഹോർമോൺസുകൾ ചോദിക്കാറുണ്ട്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ചോദിക്കുന്ന നമ്മൾ ആദ്യം പറഞ്ഞിട്ടുള്ള 5 ഹോർമോൺസുകളാണ്. സോ ഓക്സിൻ, ഗിബ്ബെറലിൻ, സൈറ്റോകൈനിൻ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ആളുകളും അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. നമ്മൾ ചെറുതിലെ പഠിച്ചത് മുതൽ നമുക്ക് അറിയുന്ന ഒരു ഹോർമോൺ കൂടിയാണ് അല്ലെ. അപ്പൊ അതില് എത്തിലിൻ എന്ന് പറഞ്ഞ ഹോർമോൺ ഓൾമോസ്റ്റ് ആളുകളും സ്കിപ്പ് ചെയ്ത് പോകുന്ന ഒരു രീതിയാണ്. ബട്ട് CSIR എപ്പോഴും ഒരു സി പാർട്ട് ക്വസ്റ്റ്യൻ ഈ ഒരു എത്തിലിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഹോർമോണിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ കാണാറുണ്ട് അല്ലെ. അപ്പോ ഇനി എത്തിലിൻ എന്ന് പറഞ്ഞ ഈ ഒരു ടോപ്പിക്ക് വളരെ സിമ്പിൾ ആയിട്ട് വളരെ ചെറിയ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാം, കവർ ചെയ്തിട്ടെടുക്കാം. മാത്രമല്ല CSIR ചോദിക്കുന്ന പോർഷൻസ് ഒക്കെ നമ്മൾ മാക്സിമം ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ. സോ എത്തിലിൻ നമ്മൾ ആദ്യം നോക്കുന്നത് എത്തിലിന്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമുക്കറിയാം എത്തിലിൻ എന്ന് പറയുന്നത് ഒരുപാട് പ്ലാന്റ് ഹോർമോൺസ് നമ്മളിപ്പോ നേരത്തെ പറഞ്ഞു. ഈ പറഞ്ഞ പ്ലാന്റ് ഹോർമോൺസിലെല്ലാം വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു ഹോർമോണാണ് എത്തിലിൻ എന്ന് പറയുന്നത്. കാരണം എന്താ? ബിക്കോസ് ഇറ്റ് ഈസ് എ ഗീഷ്യസ് ഫോം. ഗീഷ്യസ് ഫോമിൽ കാണപ്പെടുന്ന ഒരു ഹോർമോണാണ് എത്തിലിൻ എന്ന് പറയുന്നത്. ഇത് മാത്രമേ ഉള്ളൂ ഗീഷ്യസ് ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അതിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവര് കാണിക്കുന്ന ട്രിപ്പിൾ റെസ്പോൺസസ് ആണ്. സീഡ് ജെർമിനേഷന്റെ സമയത്ത് പ്ലാന്റ്സില് ട്രിപ്പിൾ റെസ്പോൺസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്പോൺസസ് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു എത്തിലിന്റെ ഫലമായിട്ട്, അല്ലെങ്കിൽ എത്തിലിന്റെ ആക്ഷന്റെ ഫലമായിട്ട് ഉണ്ടാവാറുണ്ട്. സോ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. സോ എത്തിലിൻ എന്ന് പറയുന്നത് സിമ്പിൾ സ്ട്രക്ചർ ആണ്, ഗേഷ്യസ് ഹോർമോൺ ആണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ട്രിപ്പിൾ റെസ്പോൺസസ് കാണിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ചെറുപ്പം മുതലേ 10th സ്റ്റാൻഡേർഡ് മുതലേ നമ്മൾ പഠിക്കുന്ന ഫ്രൂട്ട് റൈപ്പനിങ് അല്ലെ, നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം തന്നെ നന്നായിട്ട് പഴുക്കാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്ലാന്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഹോർമോൺ ആണ് എത്തിലിൻ എന്ന് പറയുന്നത്. സോ റെസ്പോൺസസ് ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു ട്രിപ്പിൾ റെസ്പോൺസസ്. CSIR-ഉം എപ്പോഴും മാച്ച് ദ ഫോളോയിങ് ആയിട്ടും സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ടും ഒക്കെ ചോദിക്കുന്നത് ഈ ഒരു എത്തിലിന്റെ ട്രിപ്പിൾ റെസ്പോൺസസിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. സോ ട്രിപ്പിൾ റെസ്പോൺസ് എന്ന് പറയുന്നത് എന്താ? 3, അതായത് ഈ ഒരു ഡാർക്ക് ഗ്രോൺ ആയിട്ടുള്ള സീഡുകൾ നമ്മൾ എറ്റിയോളേറ്റഡ് സീഡ് എന്ന് പറയും. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ എറ്റിയോളേഷൻ എന്നാ പറയാ. ഡാർക്കിന് എന്ത് ചെയ്യാ, സീഡ് ജെർമിനേറ്റ് ചെയ്യാം. അത് സംഭവം കേട്ടോ. അപ്പൊ നമ്മൾ അറബിഡോപ്സിസ് താലിയാന പ്ലാന്റ് ഒക്കെ ഇതിൽ വരുന്നതാ, ഡാർക്ക് ഗ്രോൺ ആയിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പൊ ഇത്തരം എറ്റിയോളേറ്റഡ് ആയിട്ടുള്ള സീഡുകളുടെ കേസിൽ എന്ത് ചെയ്യും, ഈ ഒരു എത്തിലിൻ സപ്ലിമെന്റിൽ ഇവര് എന്ത് ചെയ്യുന്നുണ്ട്, ട്രിപ്പിൾ റെസ്പോൺസസ് ഇവര് കാണിക്കുന്നുണ്ട്. 3 റെസ്പോൺസസ് അവിടെ പറയുന്നത് അല്ലെ. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, റെഡ്യൂസിങ് ദ സ്റ്റെം ഇലോങ്ങേഷൻ. നമ്മൾ ഓക്സിന്റെ കേസ് ആണെങ്കിലും സൈറ്റോകൈനിന്റെ കേസ് ആണെങ്കിലും ഗിബ്ബെറലിന്റെ കേസ് ആണെങ്കിലും ഇവരൊക്കെ ഇലോങ്ങേഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ഹോർമോൺസ് ആണ് അല്ലെ. ബട്ട് ഇൻ കേസ് ഓഫ് എത്തിലിൻ സ്റ്റെം ഇലോങ്ങേഷൻ ഇവർ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ആൻഡ് സെക്കൻഡ് വൺ, ഇൻക്രീസിങ് ദ സ്റ്റെം തിക്നെസ്. അതായത് നോർമലി നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്ന പോലെ തന്നെ ഇത് ഒരു എറ്റിയോളേറ്റഡ് ആയിട്ടുള്ള
ഒരു പ്ലാന്റ് ആണ് നിങ്ങൾ ഈ പിക്ചറിൽ കാണുന്നത്. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു പ്ലാന്റ് അല്ലെ, ഇവിടെ 0.0 ആണ് ആക്ച്വലി എന്ത് എത്തിലിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അല്ലെ. എത്തിലിന്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി 0.0 ആയിട്ടാണ് നമ്മൾ കാണുന്നത് അല്ലെ. ഫസ്റ്റ് സീഡ്ലിംഗ്, the seedling stem will be it will be stop elongation അല്ലെ. ഇവിടെ എന്ത് ചെയ്യുന്നു 0.0 കണ്ടീഷനിൽ ഇവിടെ നോർമൽ ഗ്രോത്ത് ആണ്. ലെറ്റിയോളേറ്റഡ് സീഡ് നന്നായിട്ട് സ്റ്റെം ഇലോങ്ഡ് ആണ്, എന്താണ് വളരെ തിന്നാണ്. നമുക്കൊരു സീഡ്ലിംഗ് കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് 0.10 പാർട്സ് പെർ മില്യൺ ഓഫ് എത്തിലിൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സീഡ്ലിങ്ങിന്റെ ലെങ്ത് എന്ത് ചെയ്യും, ഈ ലെങ്ത് കുറയാൻ തുടങ്ങി അല്ലെ. നോക്കിയേ, ഇത്രയും ലെങ്ത് ഉണ്ടായിരുന്ന സീഡ്ലിങ് ഏകദേശം ഈ ലെങ്ത്തിലേക്ക് അതിന്റെ എന്ത് ചെയ്തു, അതിന്റെ ലെങ്ത് കുറഞ്ഞു വരികയും മാത്രമല്ല ഇവരുടെ ഈ ഒരു സീഡ്ലിങ്സിന്റെ തിക്നെസ് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അതായത് ലെങ്ത് കുറയുന്നു, അതിന്റെ സ്റ്റെമ്മിന്റെ ഗർത്ത് അല്ലെങ്കിൽ അതിന്റെ ഒരു വിഡ്ത്ത് എന്ത് ചെയ്യാൻ തുടങ്ങി, ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കോൺസെൻട്രേഷൻ ഏകദേശം 1 പാർട്സ് പെർ മില്യൺ ഒക്കെ നൽകി 0.80 പാർട്സ് പെർ മില്യൺ ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോ ഈ സീഡ്ലിംഗ് കംപ്ലീറ്റ് ആയിട്ട് ബെൻഡ് ചെയ്തു. അതായത് അതിന്റെ ലെങ്ത് വളരെ പോയി. അവിടെ എന്ത് ചെയ്തു, ഒരു അപ്പിക്കൽ ഹുക്ക് ഫോം ചെയ്തു അല്ലെ. നേരെ ഉണ്ടായിരുന്ന സീഡ്ലിങ് എന്ത് ചെയ്തു, കുറഞ്ഞ് കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ഒരു ഹുക്ക് അവിടെ അല്ലെങ്കിൽ അപ്പിക്കൽ ഹുക്ക് എന്നാ പറയാ. ഓക്കെ, അപ്പിക്കൽ ഹുക്കിൻ്റെ ഫോർമേഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ആരുടെ ആക്ഷനാണത്, എത്തിലിൻ ഹോർമോണിൻ്റെ. അപ്പോൾ പെറ്റ്യൂലേറ്റ് ആയിട്ടുള്ള ഈ ലീഫിൽ എന്ത് ചെയ്യും, ഈ 3 റെസ്പോൺസസ് എത്തിലിൻ എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് എത്തിലിൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നമ്മൾ എക്സോജീനിയസ്ലി അതിനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമുക്ക് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിൽ എത്തിലിൻ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ പറഞ്ഞ 3 റെസ്പോൺസസ് അവിടെ കാണിക്കും. അപ്പോൾ 3 റെസ്പോൺസസ് കാണിക്കുക എന്ന് പറയുമ്പോൾ ഈ ഒരു തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള എൻസൈമുകളുടെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാവും. അതുപോലെ കർവേച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്ന ഒരുപാട് എൻസൈംസുകളുണ്ട്. അപ്പോൾ അത്തരം എൻസൈമാറ്റിക് ജീനുകളാണ് ഈ ഒരു എത്തിലിൻ്റെ ബയോസിഗ്നലിങ്ങിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, സിന്തസൈസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രിപ്പിൾ റെസ്പോൺസസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക. ഒന്ന്, സ്റ്റെമ്മിൻ്റെ ഇലോങ്ങേഷൻ കുറയ്ക്കുന്നു, സ്റ്റെമ്മിൻ്റെ ഗർത്തിനെ അവർ തിക്കണിങ് കൂട്ടുന്നു. നോർമൽ ആയിട്ടുള്ള വെർട്ടിക്കൽ ഗ്രോത്തിനേക്കാളും ഇവർ പ്രൊമോട്ട് ചെയ്യുന്നത് ഹൊറിസോണ്ടൽ ഗ്രോത്തിനെ ആയിരിക്കും. കണ്ടില്ലേ, ഇത് വെർട്ടിക്കൽ ആയിട്ടുള്ള ഗ്രോത്താണ് ഈ ഒരു എത്തിലിൻ്റെ ആബ്സെൻസിൽ നമുക്ക് കാണുന്നത്. ബട്ട് എത്തിലിൻ്റെ കോൺസെൻട്രേഷൻ കൂടുന്നതോടുകൂടി നമുക്കൊരു ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് ഓഫ് പ്ലാന്റ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, സോ നെക്സ്റ്റ് വി ചെക്ക് ദാറ്റ്. Okay, then next we discussing about the biosynthesis of a ethylene. അപ്പോൾ ഒരു പ്ലാന്റിൻ്റെ സെല്ലിൽ എപ്പോഴൊക്കെയാണ് ഒരു എത്തിലിനെ സിന്തസൈസ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫ്രൂട്ട് മെച്യൂറേഷൻ്റെ സമയത്ത്. ഓക്കെ, ഫ്രൂട്ടിനെ മെച്യൂർ ചെയ്യാനല്ലേ ഫസ്റ്റ് കണ്ടീഷൻ. അടുത്തതായിട്ട് എന്തെങ്കിലും ഒരു സ്ട്രെസ് കണ്ടീഷൻ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഫ്രൂട്ട് എന്ത് ചെയ്യുക, ഫ്രൂട്ട് മെച്യൂർ ആവാൻ വേണ്ടിയിട്ട്, റൈപ്പണിങ് ആവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആ പ്ലാന്റിന് ഉണ്ടാവുക. അങ്ങനെയൊക്കെയുള്ള സമയത്തായിരിക്കും ഈ ഒരു എത്തിലിൻ്റെ ബയോസിന്തസിസ് നടക്കുന്നത്. അപ്പോൾ നോർമലി എല്ലാ പ്ലാന്റ് പാർട്സിലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്കറിയാം പ്ലാന്റിന് ഒരുപാട് ഭാഗമുണ്ട് അല്ലേ. റൂട്ട്, ഷൂട്ട് ഉണ്ട്, റൂട്ട് പോർഷനുണ്ട്, ഷൂട്ട് പോർഷനുണ്ട്, സ്റ്റെമ്മുണ്ട്, ലീഫുണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ടിപ്പിക്കൽ ടോപ്പ് പോർഷൻസ് ഒരു പ്ലാന്റിന് ഉണ്ടായിരിക്കും. സോ അങ്ങനെ ആ പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തും ഈ ഒരു എത്തിലിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ട്. ഇനി എത്രത്തോളം സ്പീഡിലാണോ ഈ ഒരു എത്തിലിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ആ ടിഷ്യൂസ് ഏത് സ്റ്റേജിലാണ്, ഏത് ടൈപ്പ് ടിഷ്യൂ ആണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു ഫ്ലവർ എന്ത് ചെയ്തു, പോളിനേഷൻ കഴിഞ്ഞ് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്തു, ആ ഫ്രൂട്ട് ഓൾമോസ്റ്റ് മെച്യൂറേഷനിൽ എത്തിയിട്ടുണ്ടെങ്കിൽ
ആ ഫ്രൂട്ടിൻ്റെ ടിഷ്യൂസിലായിരിക്കും എത്തിലിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റെമ്മിൻ്റെ പോർഷനിൽ, അതുപോലെ ലീഫ് എന്ത് ചെയ്യണം, ലീഫ് ഒരുപാട് മെച്യൂർഡ് ആയിട്ടുള്ള ലീഫ് അതിനെ അബ്സിസൈസ് ചെയ്യണം, ലീഫ് പൊഴിഞ്ഞു പോകേണ്ട ഒരു കണ്ടീഷൻ ആവുകയാണ്. അപ്പോൾ ആ ലീഫിൽ എത്തിലിൻ്റെ പ്രൊഡക്ഷൻ കൂടും. അപ്പോൾ എവിടെയാണോ എത്തിലിന് ആവശ്യമുള്ളത് ആ ഒരു പെർട്ടിക്കുലർ ടിഷ്യൂസിലായിരിക്കും എത്തിലിൻ്റെ ബയോസിന്തസിസിൻ്റെ റേറ്റ് കൂടുതലായിട്ട് നടക്കുന്നത്. അതായത് ഏറ്റവും കൂടുതൽ സിന്തസിസ് നടക്കുന്ന ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ടിഷ്യൂസ് ആണോ സെനസെൻസ് ആവുന്നത്. എന്താ സെനസെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജ്ഡ് ആവും അല്ലേ. നമ്മൾ മനുഷ്യർക്കൊക്കെ ഏജ് ആവുന്ന പോലെ തന്നെ പ്ലാന്റ്സിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓർഗൻസുകൾക്ക് എന്ത് ചെയ്യും, ഏജിങ് സംഭവിക്കും, പ്രായം കൂടുന്നൊരു കണ്ടീഷൻ. നമുക്കറിയാം ലീഫൊക്കെ ഏജ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ആ ലീഫ് എന്ത് ചെയ്യും, താഴേക്ക് പൊഴിഞ്ഞു പോകുന്നത് കാണാം അല്ലേ. യെല്ലോ കളർ അല്ലെങ്കിൽ റെഡ് കളറൊക്കെ ആയിട്ട് ആ ഒരു ലീഫ് പൊഴിഞ്ഞു പോകുന്നത് കാണാം. അപ്പോൾ എവിടെയാണോ സെനസെൻസ് നടക്കുന്നത്, എവിടെയാണോ ഏജ്ഡ് ആയിട്ടുള്ള ഏരിയ ഉള്ളത്, ആ ഏജ്ഡ് ആയിട്ടുള്ള ഏരിയയിലായിരിക്കും ഈ ഒരു എത്തിലിൻ്റെ സിന്തസിസ് നടക്കുക. അതുപോലെ തന്നെ ഫ്രൂട്ട് റൈപ്പണിങ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ടിനും സെനസെൻസ് കണ്ടീഷൻ വരിക അല്ലേ. ഫ്രൂട്ടും ഒരു പെർട്ടിക്കുലർ സ്റ്റേജ് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ ഒരു സ്റ്റെമ്മിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അറ്റാച്ച് ചെയ്തിട്ടുള്ള പ്ലാന്റ് പോർഷനിൽ നിന്ന് അത് അബ്സൈസ് ചെയ്യും, അതും എന്ത് ചെയ്യും, പുറത്തേക്ക് വീഴുന്നത് നമുക്ക് കാണാം. അപ്പോൾ അത്തരം ഏരിയാസിലാണ് ഈ ഒരു എത്തിലിൻ്റെ സിന്തസൈസ് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള കണ്ടീഷൻസ്, അതായത് ഫ്ലഡിങ് ഉണ്ടാവുക, അതായത് വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ ഡ്രോട്ട് കണ്ടീഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ലോ ടെമ്പറേച്ചർ കണ്ടീഷൻ ഉണ്ടാവുക, എന്തെങ്കിലും മെക്കാനിക്കൽ വൂണ്ടിങ് ഉണ്ടാവുക, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഒരു പ്ലാന്റിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അന്നേരം എന്ത് ചെയ്യും, എത്തിലിൻ്റെ സിന്തസിസ് അവർ റാപ്പിഡ് റേറ്റിൽ എവിടെയാണോ ആ ഒരു സ്ട്രെസ് ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഫീൽ ചെയ്യുന്ന സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് ആ ടിഷ്യൂസിൽ എന്ത് ചെയ്യും, എത്തിലിൻ്റെ സിന്തസിസ് വളരെ ഹൈ ആയിട്ട് നടക്കുന്നത് കാണാം. അപ്പോൾ ഈ എത്തിലിൻ്റെ പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു ഫൈറ്റോ ഹോർമോണാണ് ഓക്സിൻ എന്ന് പറയുന്നത്. ഇവരെന്ത് ചെയ്യുന്നുണ്ട്, എത്തിലിൻ്റെ സിന്തസൈസിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എത്തിലിൻ്റെ സിന്തസിസിൽ ഹെൽപ്പ് ചെയ്യുന്ന ACC സിന്തേസ് എൻസൈം ഉണ്ട്. അപ്പോൾ ആ എൻസൈമിൻ്റെ എക്സ്പ്രഷനെ ആര് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, ഫൈറ്റോ ഹോർമോൺ ആയിട്ടുള്ള ഓക്സിൻ അത് പ്രൊമോട്ട് ചെയ്യുന്നത് നമുക്ക് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ബയോസിന്തറ്റിക്കൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ്. ഇനി നമുക്ക് ബയോസിന്തറ്റിക് പാത്വേ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ എപ്പോഴും CSR B പാർട്ടിൽ കാണുന്നൊരു ഏരിയ ആണ് പ്രിക്കേഴ്സേഴ്സ് അല്ലേ. എല്ലാ ഹോർമോൺസിൻ്റെയും പ്രിക്കേഴ്സേഴ്സ് ചോദിക്കാറുണ്ട്. ഓക്സിൻ്റെയും സൈറ്റോകൈനിൻ്റെയും ഗിബർലിൻ്റെ ഒക്കെ പ്രിക്കേഴ്സേഴ്സ് വരാറുണ്ട്. അല്ലെങ്കിൽ എല്ലാ 5 ഹോർമോൺസിൻ്റെയും പ്രിക്കേഴ്സേഴ്സും അവരുടെ ഹോർമോൺസിൻ്റെ പേരും വെച്ചിട്ട് മാച്ച് ചെയ്ത് ഫോളോയിങ്ങും ക്വസ്റ്റ്യൻസിൽ വരാറുണ്ട്. അപ്പോൾ ഈ ഒരു എത്തിലിൻ്റെ ഇമ്മീഡിയറ്റ് പ്രിക്കേഴ്സർ എന്ന് പറയുന്നത് ഒരു അമിനോ ആസിഡാണ്, മെത്തിയോണിൻ അമിനോ ആസിഡാണ് ഇവിടെ ഇമ്മീഡിയറ്റ് പ്രിക്കേഴ്സർ എന്ന് പറയുന്നത്. ആ ഒരു മെത്തിയോണിൽ നിന്ന് വേറെ ഒരുപാട് ഇൻ്റർമീഡിയറ്റ്സിലൂടെയാണ് എത്തിലിൻ എന്ന് പറഞ്ഞ ആ ഒരു ഹോർമോണിൻ്റെ ആ ഒരു ഫോമിലേക്ക് ഇത് ആയി വരുന്നത്. മെയിനായിട്ട് ഈ ഒരു ബയോസിന്തറ്റിക് പാത്വേയിൽ നമുക്ക് 3 സ്റ്റെപ്പുകളാണ് കാണാൻ കഴിയുക. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡോമെറ്റ് എന്ത് ചെയ്യും, ഫസ്റ്റ് സ്റ്റെപ്പാണ്. മെത്തിയോണിൽ നിന്നും അഡോമേറ്റ് എന്ത് ചെയ്യുക, സിന്തസൈസ് ചെയ്യും. യു ക്യാൻ സീ ദ പിക്ചർ. നമുക്ക് പിക്ചർ വെച്ചിട്ട് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഏതാന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. മെത്തയോണിൻ അല്ലെങ്കിൽ മെറ്റ് കാണാം അല്ലേ. മെത്തയോണിൻ എന്ന് പറഞ്ഞ ഈ ഒരു അമിനോ ആസിഡിൽ നിന്നും ഫസ്റ്റിലി എസ് അഡിനോസൈൽ മെത്തയോണിൻ അല്ലെങ്കിൽ അഡോമെറ്റ് എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു കോമ്പൗണ്ട് ഇവിടെ സിന്തസൈസ് ചെയ്യും. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഈ ഒരു എത്തിലിൻ ബയോസിന്തസിസിലെ റേറ്റ് ലിമിറ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റെപ്പും കൂടിയാണ് ഈ ഒരു മെത്തയോണിനെ കൺവേർട്ട് ചെയ്തിട്ട് എസ് അഡിനോസിൽ അല്ലെങ്കിൽ അഡോമെറ്റ് ആയിട്ട് മാറ്റുന്നത്. അപ്പോൾ ഈ ഒരു എസ് അഡിനോസൈൽ മെത്തയോണിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ 1 മോളിക്യൂൾ ATP ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല
ഇവിടെ അഡോമേറ്റ് സിന്തേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈമാണ് ഈ ഒരു റിയാക്ഷനെ കാറ്റലൈസ് ചെയ്യുന്നത് അല്ലേ. സോ യു ക്യാൻ സീ ഇവിടെ മെത്തയോണിനിലേക്ക് ഒരു അഡിനിൻ മൊയറ്റി എന്ത് ചെയ്യാണ്, ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അഡോമേറ്റ് സിന്തേസ് എന്താ ചെയ്യുക, ഈ ഒരു മെത്തയോണിനിലേക്ക് എന്ത് ചെയ്യും, ഒരു അഡിനിൻ ഗ്രൂപ്പിനെ അവരെ ആഡ് ചെയ്ത് കൊടുക്കും. അപ്പോഴാണ് അഡോമെറ്റ് ആയിട്ട് മാറുന്നത്. ഇനി ഈ അഡോമെറ്റ് ഇനി അവിടെ സ്റ്റോപ്പ് ആവുന്നില്ല. ഈ അഡോമെറ്റിന് 2 ഫേറ്റ് ആണുള്ളത്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് അല്ലേ. അഡോമെറ്റിന് 2 ഫേറ്റുകളാണ്. എന്തൊക്കെയാണ്? ഒരു ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് വേണം, എത്തിലിൻ്റെ സിന്തസിസ് നടക്കണം എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ഒരു എസ് അഡിനോസൈൽ അഡോമെറ്റ് ACC സിന്തേസിൻ്റെ സഹായത്തോടു കൂടി എന്തായിട്ട് മാറും, ACC ഫോം ചെയ്യും. ACC സിന്തേസിൻ്റെ ഹെൽപ്പോടു കൂടി അല്ലെങ്കിൽ കാറ്റലൈസിങ്ങിനോട് കൂടിയിട്ട് ഇവർ 1 അമിനോ സൈക്ലോപ്രോപ്പൈൻ 1 കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ടായിട്ട് മാറും. അതാണ് ACC. ആ ACC സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാണ് ACC സിന്തേസ് എൻസൈം എന്ന് പറയുന്നത്. ഈ എൻസൈം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻസൈമാണ്. കാരണം നമ്മൾ ഒരുപാട് എന്താ പറയുക, ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളും ഫ്രൂട്ട്സുകളൊക്കെ വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കാറുണ്ട് അല്ലേ. അപ്പോൾ അവരുടെയൊക്കെ ഷെൽഫിംഗ് ടൈം കൂട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു എത്തിലിൻ്റെ പ്രൊഡക്ഷൻ മാക്സിമം കുറയ്ക്കും. കാരണം എത്തിലിൻ കൂടിക്കഴിഞ്ഞാൽ അഡീഷണൽ റൈപ്പണിങ് ഉണ്ടാവുകയും ആ ഒരു എന്താ പറയുക ഒരു സ്പെസിഫിക് വെജിറ്റബിൾ അല്ലെങ്കിൽ ഫ്രൂട്ട് എന്ത് ചെയ്യും, അത് പെട്ടെന്ന് തന്നെ കേടായി പോകും. അപ്പോൾ എത്തിലിൻ്റെ പ്രൊഡക്ഷൻ കൂടിക്കഴിയുമ്പോഴാണ് ഇങ്ങനെ ഫ്രൂട്ട്സുകളും അല്ലെങ്കിൽ വെജിറ്റബിൾസും ഒക്കെ കേടായി പോകും. അപ്പോൾ ഇവരുടെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു സ്പെസിഫിക് സിന്തേസ് എൻസൈമിനെ അവർ ഇൻഹിബിറ്റ് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു ജീനിനെ സൈലൻസ് ചെയ്യുകയൊക്കെ ചെയ്യാം. വ്യത്യസ്തമായിട്ടുള്ള മെത്തേഡ്സുകളുണ്ട്. അപ്പോൾ ഈ ACC സിന്തേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ജനറ്റിക്കലി ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്, അതായത് പ്ലാന്റ്സ് ഫ്രൂട്ട്സുകളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഉള്ള ഒരു എൻസൈമും കൂടിയാണ് ACC സിന്തേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ACC സിന്തേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഇതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന കണ്ടീഷനും ഉണ്ട്, നമുക്ക് ഇൻഡ്യൂസ് ചെയ്യുന്ന കണ്ടീഷനും കാണാം. അപ്പോൾ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ആരൊക്കെയാണെന്ന് വെച്ചാൽ AOA AVG നമുക്ക് നോക്കാം കേട്ടോ അതിൻ്റെ ഒരു കംപ്ലീറ്റ് എന്താണെന്നുള്ളത്. പിന്നെ ദാറ്റ് ഈസ് യു ക്യാൻ സീ ഇൻഹിബിറ്റേഴ്സ് അല്ലേ. ഇൻഹിബിറ്റേഴ്സിൽ നമ്മൾ പറഞ്ഞ പോലെ AEGO എന്ന് പറയും, അമിനോ ഇത്തോക്സൈ വിനൈൽ ഗ്ലൈസിൻ അമിനോ ഓക്സോ അസെറ്റിക് ആസിഡ്. ഓക്കെ, അപ്പോൾ ഇവരെന്ത് ചെയ്യും, നോർമലി ACC സിന്തേസിനെ ഇവർ ഇൻഹിബിറ്റ് ചെയ്യുന്നത് കാണാം. അതുപോലെ തന്നെ കൊബാൾട്ട് അയോൺസ് ഇവരും എന്ത് ചെയ്യും, കൊബാൾട്ട് അയോൺസും ഈ ഒരു ACC സിന്തേസ് എൻസൈമിൻ്റെ ഇൻഹിബിഷൻ നടത്തും. അതായത് ഇവിടെ ACC എന്ത് ചെയ്യില്ല, ഇവിടെ ഫോം ചെയ്യില്ല. ഓക്കെ ആണല്ലോ. So let's we move to the biosynthetic pathway. So you can see here. അപ്പോൾ ഇവിടെ ACC സിന്തേസിൽ നിന്നും ACC ഫോം ചെയ്യുന്നു അല്ലേ. ഇനി ഈ ഒരു ACC കൂടുതലായിട്ട് ഈ ഒരു ACC എൻസൈമിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് എൻഡോജീനിയസ് ആയിട്ടുള്ള ഫാക്ടേഴ്സുകളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രൂട്ട് റൈപ്പണിങ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫ്രൂട്ടിനെ റൈപ്പൺ ചെയ്യണം എന്നുള്ള ഒരു സ്റ്റിമുലേറ്റിംഗ് ഇൻഫോർമേഷൻ ഈ പ്ലാന്റിന് കിട്ടുകയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഫ്രൂട്ടിൻ്റെ സ്പെസിഫിക് ടിഷ്യൂസിന് കിട്ടുകയാണെങ്കിൽ ആ ഭാഗത്ത് ACC സിന്തേസിൻ്റെ എക്സ്പ്രഷൻ എന്ത് ചെയ്യും, ഇൻക്രീസ്ഡ് ആവും, അതിനെ പ്രൊമോട്ട് ചെയ്യും. അതുപോലെ തന്നെ ഫ്ലവർ സെനസൻസ് ഉണ്ടായി, ഫ്ലവർ നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്, ഇനി ആ ഫ്ലവർ എന്ത് ചെയ്യണം, ആ ഒരു ട്രീയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് പോകണം. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യും, ഈ ACC സിന്തേസിൻ്റെ ഫോർമേഷൻ കൂട്ടും. അതുപോലെ തന്നെ ഓക്സിൻ ഹോർമോണിൻ്റെ ഫോർമേഷനെ പ്രൊമോട്ട് ചെയ്യാൻ, അതുപോലെ പ്ലാന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള വൂണ്ടിങ് ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോഴും എന്ത് ചെയ്യും, ഈ ഒരു ACC സിന്തേസിനെ പ്രൊമോട്ട് ചെയ്യും. പിന്നെ ചില്ലിങ് ഇഞ്ചുറി, ഡ്രോട്ട്, ഫ്ലഡിങ് നമ്മൾ നേരത്തെ പറഞ്ഞ സ്ട്രെസ് ലൈക്ക് ഫീച്ചേഴ്സാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടായാലും എന്ത് ചെയ്യും, ഈ പറഞ്ഞ ACC സിന്തേസിൻ്റെ പ്രൊഡക്ഷൻ അവർ കൂട്ടും.
ദെൻ ACC സിന്തേസ് ACC ഫോം ചെയ്തു. ഇനി ഈ ഒരു ACCയിൽ ഈ ഒരു 1 അമിനോ സൈക്ലോപ്രോപ്പൈൻ 1 കാർബോക്സിലിക് ആസിഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ACCയിൽ എന്ത് ചെയ്യും? ഓക്സിഡേഷൻ സംഭവിക്കും. സോ അതിൽ 1 മോളിക്യൂൾ ഓഫ് ഹാഫ് മോളിക്യൂൾ ഓഫ് ഓക്സിജൻ ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു മോളിക്യൂൾ ഓഫ് ഓക്സിജൻ എന്ത് ചെയ്യും? വർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യും? ACC ഓക്സിഡേസ് ഈ ഒരു ACCയിലേക്ക് എന്ത് ചെയ്യും? ഒരു ഓക്സിജൻ ആഡ് ചെയ്ത് കൊടുക്കും. അങ്ങനെ ആഡ് ചെയ്യുമ്പോഴാണ് ഫൈനലായിട്ട് എത്തിലിൻ ഹോർമോണായിട്ട് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എത്തിലിൻ ഹോർമോൺ. അപ്പോൾ ACC സിന്തേസ് ആൻഡ് ACC ഓക്സിഡേസസ് ആർ ദ പ്രൈമറി ടാർഗറ്റ് സൈറ്റ് ഓഫ് ദ എത്തിലിൻ പ്രൊഡക്ഷൻ. അപ്പോൾ നമുക്കറിയാം ചില കണ്ടീഷൻസിലൊക്കെ ACC ഫോമിലേക്ക് തന്നെ എന്ത് ചെയ്യാം? പ്ലാന്റ്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എക്സോജീനിയസ്ലി ആഡ് ചെയ്ത് കൊടുക്കാം മെത്തിലിന് പകരം. അപ്പോൾ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരമൊരു റെസ്പോണ്ടായിട്ട് എന്ത് ചെയ്യും? ഈ ഒരു ACC ഓക്സിഡേസസ് ഈ ACCനെ എന്താക്കിയിട്ട് കൺവേർട്ട് ചെയ്യും? ACC ഈ ഇതിനെ മെയിനായിട്ട് എത്തിലിൻ ഹോർമോൺ ആക്കിയിട്ട് അത് എന്ത് ചെയ്യും? കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഒരു ഫേറ്റ് ഇതാണ് അല്ലേ? മെത്തയോണിൻ അഡിനോസിൽ മെത്തയോൺ ആയിട്ട് അതെന്ത് ചെയ്യും? എത്തിലിൻ്റെ പ്രൊഡക്ഷനിലേക്ക് പോകും. അതേപോലെ ഈ ഒരു അഡോമെറ്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഈ ഒരു അഡോമെറ്റിൻ്റെ ഒരു ഫേറ്റ്. ഇനി ഇതിൽ ACC സിന്തേസ് 1 അമിനോ സൈക്ലോപ്രോപ്പൈൻ കാർബോക്സിലിക് ആസിഡ് അല്ലെങ്കിൽ ACC സിന്തസൈസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് അഡിനിൻ മാത്രം എന്ത് ചെയ്യും? അത് 5 മീത്തൈൽ തയോ അഡിനോസിൻ അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പോവും. അല്ലെങ്കിൽ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അവിടെ പോവുക ചെയ്യുക. ആ ബൈ പ്രൊഡക്റ്റ് പിന്നീട് എന്ത് ചെയ്യും? വീണ്ടും 5 മീത്തൈൽ തയോ റൈബോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയും വീണ്ടും ഒരു ATP യൂസ് ചെയ്തിട്ട് 5 മീത്തൈൽ തയോ റൈബോസ് 1 ഫോസ്ഫേറ്റ് ആവുകയും അതിൽ നിന്ന് വീണ്ടും ഒരു ആൽഫ കീറ്റോ മീത്തൈൽ ബ്യൂട്ടൈറിക് ആസിഡ് ആവുകയും അതിൽ നിന്ന് വീണ്ടും എന്ത് ചെയ്യും? ഒരു മെത്തയോണിൻ റീജനറേഷൻ നടക്കും അല്ലേ? മെത്തയോണിൻ്റെ റീജനറേഷൻ നടക്കുന്നു. ഈ ഒരു സൈക്ലിക് പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? യാങ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓക്കെ, so this is the complete scenario of the ethylene biosynthesis. Here is the production of ethylene and here is the Yang cycle which will be regenerating the substrate of the biosynthetic pathway, that is the methionine. Okay, yes, we have to move on. Okay, fine, we are discussing all this. Third step, the conversion of ACC into an ethylene. And it will be requiring 1 molecule of oxygen. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അല്ലേ? പിന്നെ യാങ് സൈക്കിൾ അതും നമ്മൾ പറഞ്ഞു. റീജനറേഷനാണ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ലെറ്റ്സ് വി മൂവ് ടു ദ ഇൻഹിബിറ്റേഴ്സ് ഓഫ് ദ എത്തിലിൻ ആക്ഷൻ. നമ്മൾ എത്തിലിൻ്റെ ബയോസിന്തസിസിൻ്റെ സമയത്തുള്ള ഇൻഹിബിറ്റേഴ്സിനെ നമ്മൾ പറഞ്ഞു അല്ലേ? കൊബാൾട്ട് അയോൺസ്, അതുപോലെ AVO AVGO ഒക്കെ എന്താണ്? ഈ പറഞ്ഞ പോലെ ACC സിന്തേസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സുകളാണ്, ഇൻഹിബിറ്റേഴ്സാണ്. ഇനി എത്തിലിൻ ബയോ സിഗ്നലിംഗ് ഉണ്ടാവും, എത്തിലിൻ്റെ ആക്ഷൻസ് നടക്കുന്നുണ്ടാവും. ആ എത്തിലിൻ്റെ ആക്ഷൻസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ചില സ്പെസിഫിക് ആയിട്ടുള്ള ഇൻഹിബിറ്റേഴ്സുകളുണ്ട്. സോ അതിന് എക്സാമ്പിളാണ് സിൽവർ അയോൺസ്, Ag2+ അയോൺ, സിൽവർ അയോൺസ്, അതുപോലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഇൻക്രീസ്ഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷൻ ആൻഡ് സൈക്ലോ ഒക്ടെയിൻ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കെമിക്കൽ ഇൻഹിബിറ്ററാണ്. ഇറ്റ് ഈസ് വൺ ഓഫ് ദ കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്ററും കൂടിയാണെന്ന് പറയാം. അതായത് ഈ ഒരു എത്തിലിൻ്റെ സിഗ്നലിംഗ് നടക്കുമ്പോൾ എത്തിലിൻ റിസെപ്റ്റേഴ്സ് ആരുമായിട്ട് ബൈൻഡ് ചെയ്യുക? എത്തിലിനും ആയിട്ടായിരിക്കും അല്ലേ? അപ്പോൾ എത്തിലിനായിട്ട് ബൈൻഡ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ റെസ്പോൺസ് അവിടെ ഉണ്ടാവുക. ബട്ട് ഈ ഒരു കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ ആയിട്ടുള്ള സൈക്ലോ ഒക്ടെയിൻ അതിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഹിബിഷൻ ഇവിടെ നടക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ? ഡൺ. ലാസ്റ്റായിട്ട് നമ്മൾ പറയുന്നത് ഫിസിയോളജിക്കൽ എഫക്റ്റ് ഓഫ് എത്തിലിൻ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഫിസിയോളജിക്കൽ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എത്തിലിൻ എന്ത് പ്രൊമോട്ട് ചെയ്യും? നമ്മൾ ആദ്യം പറഞ്ഞ പോലെ റൈപ്പണിങ് അല്ലേ? ഫ്രൂട്ടിൻ്റെ
റൈപ്പണിങ്ങിന് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഫ്രൂട്ടിനെ നമ്മൾ എത്തിലിൻ്റെ റെസ്പോൺസിനെ ബേസ് ചെയ്തിട്ട് രണ്ടായിട്ട് പറയുന്നുണ്ട്. ഒന്ന് ക്ലൈമാക്ടീരിയക്കും, സെക്കൻഡ് വൺ നോൺ ക്ലൈമാക്ടീരിയക്കും. ക്ലൈമാക്ടീരിയക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എത്തിലിൻ്റെ സിഗ്നലിംഗ് ഉണ്ടായി അതിന് റെസ്പോൺസ് ആയിക്കൊണ്ട് എന്ത് ചെയ്യും, ഇവർ സ്പെസിഫിക് ആയിട്ടുള്ള എത്തിലിൻ റെസ്പോൺസീവ് ജീനുകളുടെ എക്സ്പ്രഷൻ നടത്തുകയും ഫ്രൂട്ടിൻ്റെ റൈപ്പണിങ്ങിന് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്ന ഫ്രൂട്ടുകളെയാണ് നമ്മൾ ക്ലൈമാക്ടീരിക് ഫ്രൂട്ട്സ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആപ്പിൾ, മാംഗോ, അവോക്കാഡോ, ഈ ഫ്രൂട്ട്സുകളെല്ലാം തന്നെ എന്താ, എത്തിലിൻ സ്പെസിഫൈ ചെയ്തിട്ടാണ് ഇവർ റൈപ്പണിങ് നടത്തുന്നത്. നോൺ ക്ലൈമാക്ടീരിക് എന്ന് പറഞ്ഞാൽ എന്താ, ഇറസ്പോൺസീവ് ആണ് അല്ലേ, എത്തിലിൻ്റെ പ്രൊഡക്ഷനോട് ഇറസ്പോൺസീവ് ആണ്. അവർ എത്തിലിൻ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരുടെ റൈപ്പണിങ് നടക്കുന്നില്ല, അല്ലെങ്കിൽ ഫുഡ് റൈപ്പണിങ്ങിന് ആവശ്യമുള്ള സ്പെസിഫിക് ജീനുകളുടെ പ്രൊഡക്ഷൻ അവർ നടത്തുന്നില്ല. ആൻഡ് സെക്കൻഡ് എന്ന് പറയുന്നത് ട്രിപ്പിൾ റെസ്പോൺസ് ആണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ലെങ്ത് കുറയ്ക്കുന്നു, ലാറ്ററൽ എക്സ്പാൻഷൻ കൂടുന്നു, അപ്പിക്കൽ ഹുക്കിൻ്റെ ഫോർമേഷൻ നടക്കുന്നു. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഫിസിയോളജിക്കൽ ഫാക്ടറാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് റൂട്ടിൻ്റെയും റൂട്ട് ഹെയേഴ്സിൻ്റെയും ഫോർമേഷൻ. ഇവിടെ റൂട്ട് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, നോർമലി അഡ്വൻറ്റീഷ്യസ് റൂട്ടുകളാണ് എന്ത് ചെയ്യുക, ഇവർ ഫോം ചെയ്യുക. അഡ്വൻറ്റീഷ്യസ് റൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, നോർമലായിട്ട് റൂട്ട് ഫോം ചെയ്യുന്ന ഒരു ഏരിയയിലല്ലാതെ ശരിക്കുള്ള റൂട്ട് എവിടെയാണോ ഫോം ചെയ്യുക ആ റാഡിക്കൽ ഒറിജിനിലല്ലാതെ വേറെ എവിടെ റൂട്ട് ഉണ്ടായാലും നമ്മൾ അതിനെ അഡ്വൻറ്റീഷ്യസ് റൂട്ട് എന്നല്ലേ പറയുക. ആ ഒരു അഡ്വൻറ്റീഷ്യസ് റൂട്ടിൻ്റെ ഫോർമേഷനാണ് നമുക്ക് ഈ ഒരു എത്തിലിൻ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള റൂട്ട് ഫോർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ പൈനാപ്പിൾ ഫാമിലിയിൽ ഫ്ലവറിങ്ങിനെ ഇൻഡ്യൂസ് ചെയ്യുന്നതും എത്തിലിൻ്റെ ഒരു ഫങ്ഷനാണ്. അതുപോലെ ലീഫ് സെനസെൻസിനെ എൻഹാൻസ് ചെയ്യുക, അതായത് ലീഫിൽ ഇല പൊഴിയുന്നതിനെ അല്ലെങ്കിൽ ലീഫിൻ്റെ ഏജിങ്ങിലേക്ക് എത്തുന്നതിന് ഇവരെന്ത് ചെയ്യും, ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ റേറ്റ് കൂട്ടും. അതുപോലെ തന്നെ അബ്സിഷൻ ഫോർമേഷൻ അല്ലേ, അതായത് ലീഫിൻ്റെ അബ്സിഷനെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതായത് ലീഫിൻ്റെ സെനസെൻസിനെയും പ്രൊമോട്ട് ചെയ്യും, അതുപോലെ ആ ലീഫ് എന്ത് ചെയ്യുക, പൊഴിഞ്ഞു പോവുക, അതിനെയും ഇവരെന്ത് ചെയ്യും, പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അബ്സിഷൻ നടക്കണമെങ്കിൽ ആ ലീഫ് അബ്സിഷനിലെ 3 ഫേസസ് ആണ് ഇവിടെ ഉണ്ടാവുക. ഒന്ന് ലീഫ് മെയിൻ്റനൻസ് ഫേസ് ആണ്. ലീഫ് മെയിൻ്റനൻസ് ഫേസ് എന്ന് പറഞ്ഞാൽ ആ ലീഫ് വളരെ ആക്റ്റീവായി നിൽക്കുന്ന, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫോട്ടോസിന്തറ്റിക്കലി ആക്റ്റീവാണ്, ട്രാൻസ്പിരേഷനലി ആക്റ്റീവാണ്, അതിന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലീഫിൻ്റെ കണ്ടീഷനെയാണ് അല്ലെങ്കിൽ ആ ലീഫിൻ്റെ ഫേസിനെയാണ് നമ്മൾ ലീഫ് മെയിൻ്റനൻസ് ഫേസ് എന്ന് പറയാം. ഈ ഒരു കണ്ടീഷനിൽ ആ ലീഫിൽ ഓക്സിൻ, ഗിബർലിൻ, സൈറ്റോകൈനിൻ ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. എത്തിലിൻ്റെ പ്രൊഡക്ഷൻ അവിടെ ഇൻഹിബിറ്റഡ് ആയിരിക്കും. സെക്കൻഡ് ഫേസ് ഷെഡിങ് ഇൻഡക്ഷൻ ഫേസ് ആണ്. അതായത് ആ ഇല പൊഴിയാനുള്ള സമയമായിട്ടുണ്ട്, ആ ഒരു ലീഫിന് സെനസെൻ്റ് എത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഏജ് ആയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏജിങ് കണ്ടീഷൻ എത്തുമ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എത്തിലിൻ്റെ ഇൻഹിബിഷൻ നഷ്ടമാവുകയും ഓക്സിൻ്റെ പ്രൊഡക്ഷൻ അവിടെ കുറഞ്ഞു വരികയും അങ്ങനെ എത്തിലിൻ എന്ന് പറഞ്ഞ ഹോർമോണിൻ്റെ ഇൻഹിബിഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയും എന്ത് ചെയ്യും, എത്തിലിൻ വളരെ കുറഞ്ഞ രീതിയിൽ ആ ഒരു ടിഷ്യൂസ്, ലീഫിൻ്റെ ടിഷ്യൂസ് സിന്തസൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ആൻഡ് ആഫ്റ്റർ ദാറ്റ് തേർഡ് സ്റ്റേജ് ഷെഡിങ് ഫേസ് എത്തിക്കഴിഞ്ഞാൽ അവിടെ എത്തിലിൻ മാത്രമായിരിക്കും ആ ലീഫിൽ കൂടുതലായിട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഹോർമോണ്. അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ലീഫ് എന്ത് ചെയ്യും, ആ ലീഫിൻ്റെ ഏജ്ഡ് ആവാനുള്ള എല്ലാ റെസ്പോൺസീവ് ജീനുകളും അവിടെ എന്ത് ചെയ്യും, എക്സ്പ്രസ് ചെയ്യും. അങ്ങനെ ലീഫിൻ്റെ ഡിസ്കളറേഷൻ ഉണ്ടാവും, ക്ലോറോപ്ലാസ്റ്റുകളൊക്കെ നഷ്ടമാവും, ഫെയ്ഡിങ് ആവും, ഇവർക്ക് ഒരു ഹെൽത്തി ആയിട്ടുള്ള സൈലോ ഫ്ലോയുമായിട്ടൊക്കെയുള്ള കണക്ഷൻ ഇവർക്ക് നഷ്ടപ്പെടും. ആൻഡ് ആ ലീഫ് അറ്റ് ലാസ്റ്റ് ഒരു അബ്സിഷൻ ലെയർ ഫോം ചെയ്യും. അബ്സിഷൻ ലെയർ ഫോം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതെന്ത് ചെയ്യും, അത് ഒറ്റയ്ക്ക് തന്നെ അതിൽ നിന്ന് വിട്ടുപോകും അല്ലേ. അതിനെ നമ്മൾ ലീഫ് അബ്സിഷൻ എന്ന് പറയുന്നത്. സോ അതിനെ വളരെ നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഹോർമോണാണ് എത്തിലിൻ എന്ന് പറയുന്നത്. അപ്പോൾ എത്തിലിൻ്റെ ഒരുപാട് വലിയൊരു വാസ്റ്റ് ഏരിയ ആണ് നമ്മൾ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പോയിൻറ്റ്സുകളെല്ലാം തന്നെ CSIR ബേസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസാണ്. ഐഫർ എഡ്യൂക്കേഷനിൽ നമ്മുടെ ഐഫറിലേക്കുള്ള CSIR UGC നെറ്റിൻ്റെ JRF ട്രാക്ക് ബാച്ചിൻ്റെ അഡ്മിഷൻ ഉടനെ തന്നെ ക്ലോസ് ചെയ്യുന്നതാണ്.
അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഒട്ടും വൈകാതെ തന്നെ താഴെ കാണുന്ന കോണ്ടാക്ട് നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കോണ്ടാക്ട് ചെയ്യുക. നമ്മുടെ ആ ഒരു അഡ്മിഷൻ നിങ്ങളിപ്പോൾ തന്നെ ഉറപ്പാക്കുക. ഐഫറിൻ്റെ കൂടെ നിങ്ങളും വളരെ എന്താ പറയുക, വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർഷിപ്പ് അല്ലെങ്കിൽ JRF എന്നുള്ള എല്ലാവരുടെയും ആ ഒരു ഡ്രീം എന്ത് ചെയ്യും, നിങ്ങൾക്ക് പോസിബിൾ ആവുന്നതാണ്. താങ്ക് യു സോ മച്ച്. ഇറ്റ്സ് മീ ഫർസാന തസ്നി.